സൈക്കിൾ റൈഡ് പോകുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലേ നിങ്ങൾക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും. ഇന്നത്തെ റൈഡ് എയർപോർട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടോട്ടൽ 40 കിലോമീറ്റേഴ്സാണ് ഇന്നത്തെ ടാർഗറ്റ്. ഓൺ ദ വേ മോർണിംഗ് സൺറൈസിലത്തെ ലൈറ്റിൽ കാണാനുള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ്. അതുതന്നെയാണ് രാവിലെ എണീറ്റ് സൈക്കിൾ എടുത്ത് ഇറങ്ങാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഏകദേശം 15 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ പഞ്ചറാണെന്ന് കണ്ടു. പക്ഷെ പേടിക്കാനില്ല. ഈ പണി പല പ്രാവശ്യം കിട്ടിയിട്ടുള്ള ഞാൻ ഒരു പഞ്ചർ കിറ്റ് എപ്പോഴും കൂടെ കരുതാറുണ്ട്. ആദ്യം തന്നെ ഒരു തണൽ കണ്ടുപിടിക്കുക, ഇരിക്കുക, പയ്യെ പണി തുടങ്ങുക. ഒരു സൈക്കിൾ റൈഡിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു അപകടമാണ് സ്വന്തം ടയർ പഞ്ചറാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനുകളിൽ തരണം ചെയ്യാനായിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിരിക്കണം. ഒരു പഞ്ചർ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഏതാനും 3-4 ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. അത് നമുക്ക് എപ്പോഴും സൈക്കിളിൻ്റെ ഒപ്പം കൊണ്ടു നടക്കാനും സാധിക്കും. എന്തൊക്കെ ഒരു പഞ്ചർ കിറ്റിൽ കൊണ്ടു നടക്കണം എന്നുള്ളത് ഞാൻ വരും വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുകൊണ്ട് ഇനി പഞ്ചറാവുമെന്ന് പേടിച്ചാലും സൈക്കിൾ റൈഡ് പോകാതിരിക്കരുത്. ഈ റൂട്ട് കൂടുതലും സ്ട്രീറ്റ് റോഡാണെങ്കിലും ഇടയ്ക്ക് 2-3 ഫ്ലൈ ഓവറുകളുണ്ട്. ചിലവർക്ക് കയറ്റം കാണുമ്പോഴത്തേനൊരു മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു കയറ്റം കയറുന്ന ബുദ്ധിമുട്ടിനേക്കാളും സുഖമാണ് അത് ശേഷം കിട്ടുന്ന ഡൗൺ ഹില്ലിന്. ഡൗൺ ഹിൽ കയറ്റം കയറുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണിത്. ഒഴുകി അങ്ങ് പോയാൽ മതി. അങ്ങനെ ആലുവ എത്തിയ ശേഷം വലിയ ദൂരമില്ലാതെ തന്നെ എയർപോർട്ടും എത്തിയിരിക്കുന്നു നമ്മൾ. അങ്ങനെ എയർപോർട്ടിലിരിക്കുന്നു. ആഫ്റ്റർ 1 hour ഓഫ് റൈഡ് കൊച്ചിൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് ഡിസെൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റുകളെ ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നുപോയി. ഇത്തരം ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കുന്നതാണ് ഒരു സൈക്കിൾ റൈഡിന് ഏറ്റവും മനോഹരമായ ഭാഗം. അവിടുന്ന് തന്നെ ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളവും കുടിച്ച് എൻ്റെ യാത്ര പിന്നെ മുന്നോട്ട് തുടരാൻ തീരുമാനിച്ചു. എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോയതിനേക്കാളും എനർജിയും പവറും മടക്ക യാത്രയിൽ എനിക്ക് ഫീൽ ചെയ്തു. പോകുന്ന വഴി മെട്രോ പില്ലറുകൾ ഈ സ്ട്രക്ചറൽ ഭംഗി കണ്ടും ഞാൻ കുറേ ആസ്വദിച്ചു. കാരണം ഇത്തരത്തിലൊരു കോമ്പോസിഷനും ഫ്രെയിമിങ്ങും നമ്മൾ അല്ലാതെ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല. അങ്ങനെ 40 കിലോമീറ്റർ സൈക്കിൾ റൈഡിങ് കംപ്ലീറ്റ് വീട്ടിലെത്തിയതിന് ശേഷം ഇന്നത്തെ ദിവസം ഫുൾ എനർജറ്റിക് ആയിരുന്നു. യാത്രകൾ തുടരും. ഫോളോ ഫോർ മോർ.